അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. നിർദ്ദേശങ്ങൾ നൽകി 1 വർഷം കഴിഞ്ഞിട്ടും പാലക്കോട് തുറമുഖത്തിന്റെ വികസനം പാതിവഴിയിൽ. തുറമുഖത്തിന്റെ സുരക്ഷയും ഇടത്തട്ടുകാരുടെ ചൂഷണവും അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാത്തതിൽ നിരാശയും ഒപ്പം പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. ദ്വാപരയുഗ സ്മരണകളുയർത്തി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. പയ്യന്നൂർ നഗരത്തിൽ വർണ്ണശബളമായ ശോഭയാത്രയും ഉറിയടിയും. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ശോഭയാത്രയെ വർണ്ണശബളമാക്കി. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഭക്തിസാന്ദ്രമായ ശോഭയാത്ര നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയെന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. നിർദ്ദേശങ്ങൾ നൽകി 1 വർഷം കഴിഞ്ഞിട്ടും പാലക്കോട് തുറമുഖത്തിന്റെ വികസനം പാതിവഴിയിൽ. തുറമുഖത്തിന്റെ സുരക്ഷയും ഇടത്തട്ടുകാരുടെ ചൂഷണവും അവസാനിപ്പിക്കാനുള്ള പദ്ധതികളുമായിരുന്നു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പാലക്കോട് തുറമുഖം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കാനായിരുന്നു കഴിഞ്ഞ വർഷം മെയിൽ നടന്ന തീരദേശ സദസ്സിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകിയത്. വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ അടുപ്പിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കാൻ സെന്ററിന്റെ വീതി കൂട്ടണമെന്നും സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ സൗകര്യമുള്ള ശൗചാലയവും ഫിഷ് ലാൻഡിംഗ് സെന്ററിന് മേൽക്കൂരയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നതും മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് തീരദേശ സദസ്സിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. 2022-23 വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് 2 പദ്ധതികൾക്കായി 40 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പിലാക്കാനായില്ലെന്നായിരുന്നു അന്ന് അറിയിച്ചത്. പദ്ധതികൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതല്ലാതെ മറ്റൊന്നും നടപ്പായില്ലെന്ന് പാലക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു. കഴിഞ്ഞ വർഷം ഗേറ്റ് സ്ഥാപിച്ച് കാവൽക്കാരെ നിയമിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അത് നടപ്പിലായില്ല. മോഷണങ്ങളും പതിവായതോടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് സുരക്ഷയുമില്ലാതായി. ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം തൊഴിലാളികൾ ചൂഷണം നേരിടുന്നുമുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരം തുറമുഖ വികസനത്തിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദ്വാപരയുഗ സ്മരണകളുയർത്തി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. പയ്യന്നൂരിൽ ബാലഗോകുലം കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും അണിനിരുന്നത് ശോഭായാത്രയെ വർണ്ണശബളമാക്കി. ദ്വാപരയുഗ സ്മരണകളുണർത്തി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. നഗരവീഥികൾ അമ്പാടികളായി മാറി. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം ചേർന്ന് നഗരത്തെ അമ്പാടിയാക്കി മാറ്റിയ കാഴ്ചക്കാണ് പയ്യന്നൂർ നഗരം സാക്ഷ്യം വഹിച്ചത്. വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കുടയേന്തിയ ബാലികാബാലന്മാർ തുടങ്ങിയവ ശോഭയാത്രയ്ക്ക് നിറപ്പകിട്ടേക്ക്. മയിൽപ്പീലി ചൂടിയ കിരീടവുമായി നടന്നു നീങ്ങിയ ഉണ്ണിക്കണ്ണന്മാർ കാഴ്ചക്കാരുടെ മനസ്സുകളെ ദ്വാപരയുഗ സ്മരണകളിലേക്ക് കൊണ്ടുപോയി. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ് ഉത്തരഭാരതത്തിൽ ജന്മാഷ്ടമി. എന്നാൽ കേരളത്തിൽ ഇത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടന്നു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള ന്യൂസ് എഡിറ്റർ PV കുട്ടൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. KM സോമൻ മാസ്റ്റർ രചിച്ച 11ാമത് കളക്ഷൻ ഓഫ് പോയം കാക്ടസിന്റെ പ്രകാശനമാണ് നടന്നത്. ഡോക്ടർ AC ശ്രീഹരി പുസ്തകം ഏറ്റുവാങ്ങി പുസ്തക പരിചയവും നടത്തി. ഞാനൊക്കെ കുറച്ച് വായിക്കാൻ പറ്റും. കാരണം PDF ആണ് എനിക്ക് കിട്ടിയത്. വളരെ പെട്ടെന്ന് അറിയുന്ന പരിപാടിയാണ് PDF ആണ് വായിച്ചത്. അപ്പോൾ വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കവിതകൾ. നമുക്കറിയാം, കവിത എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിനകത്ത് സാഹിത്യ മേഖലയൊക്കെ വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കവിതാ പ്രസ്ഥാനം എന്നുള്ളത്. നമ്മളും ആദികാവ് എന്ന് പറയുന്നത് കവിതയാണ്. രാമായണം ഒക്കെ കവിതാ രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക്, കാവ്യ രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പൂക്കാസ പെരിങ്ങോം മേഖലാ പ്രസിഡന്റ് കോക്കാട് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P ശശിധരൻ, കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, VV ഭാസ്കരൻ, KM സോമൻ മാസ്റ്റർ, യൂസഫ് MTP, RK ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയെന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. അതെങ്ങനെ നടക്കുന്നു ചോദിച്ചാൽ സാംസ്കാരിക രാഷ്ട്രീയമാണ്. അത് പാർട്ടി രാഷ്ട്രീയമല്ല. അത് ഉള്ളിൽ കൂടെ വന്ന് പിടികൂടും. ഉള്ളിൽ കൂടെ വന്ന് പിടികൂടുമ്പോൾ നമ്മുടെ ഉള്ളു പോയി ഈ ഉള്ളു പ്രതിഷ്ഠിക്കും. ഏത് ബ്രാഹ്മണ ഹൃദയം എടുത്ത് നമുക്ക് വെച്ച് തരും. നമ്മളെല്ലാ സ്ത്രീകളുടെ ചരിത്രം പറഞ്ഞു. കാരണം നമ്മള് സോഷ്യൽ മൊബിലിറ്റി വ്യാജമായി നമുക്ക് കിട്ടുകയാണ്. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ സ്വാമി ആനന്ദ തീർത്ഥനഗറിൽ നടന്ന പരിപാടിയിൽ K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. N സുബ്രഹ്മണ്യൻ ചർച്ചയിൽ മോഡറേറ്ററായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ശോഭയാത്ര നടന്നു. പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഉത്തര കേരളത്തിലെ കൊച്ചുഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശോഭായാത്ര നടന്നു. പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച ശോഭായാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും കുചേലനുമടക്കം വിവിധ വേഷവിധാനങ്ങളോടെ നിരവധി കുട്ടികളും നിശ്ചല ദൃശ്യങ്ങളും ശോഭായാത്രയിൽ അണിനിരന്നു. വിവിധയിടങ്ങളിൽ ഉറിയടിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വയനാട് ഉൾപ്പെടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അഗ്നിരക്ഷാസേനാ നേതൃത്വത്തിൽ റോപ്പ് റെസ്ക്യൂ സാങ്കേതിക പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ 2 ദിവസം നീണ്ട പരിശീലനത്തിൽ വിവിധ നിലയങ്ങളിലെ 2 വീതം പ്രതിനിധികളാണ് പങ്കെടുത്തത്.
തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന പരിപാടിയിൽ റോപ്പ് റെസ്ക്യൂ ഉൾപ്പെടെ വിവിധ ജീവൻ രക്ഷാ ഇനങ്ങളിലാണ് പരിശീലനം നടന്നത്. സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, C വിനീഷ്, ജിതിൻ ശശീന്ദ്രൻ, M ജൂബിൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ റീജിയനിലെ 8 സ്റ്റേഷനിലെ പ്രതിനിധികൾക്ക് ഈ മാസം 30, 31 തീയതികളിൽ മട്ടന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ അഡ്വാൻസ്ഡ് റോപ്പ് റെസ്ക്യൂ ട്രെയിനിംഗ് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എടുത്തിട്ട് ഇപ്പം അതിൽ കടത്തിയാൽ മതി. സുനോ നോക്കണേ, കാഷ്വാലിറ്റി സുനോ നോക്കണേ. കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന ശതമായി പരിപാടിയുടെ ഭാഗമായി കല്ലേറ്റുംകടവ് വയോജനവേദി പുസ്തക ചർച്ചാവേദിയിൽ MT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ രാമന്തളി രവി പരിചയപ്പെടുത്തി സംസാരിച്ചു. 100 പുസ്തകം വായനക്കാരിലേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി കല്ലേറ്റുംകടവ് വയോജനവേദി പുസ്തക ചർച്ചയ്ക്കായി ഒരുക്കിയ വേദിയിൽ MT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന പുസ്തകം ഡോക്ടർ രാമന്തളി രവി പരിചയപ്പെടുത്തി. മുണ്ടയാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് K സുശാന്ത്, വയോജനവേദി സെക്രട്ടറി PV തമ്പാൻ, കലാസമിതി സെക്രട്ടറി പ്രഭാകരൻ NB, പ്രസിഡന്റ് പച്ച രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ മാലാപ്പിൽ താമസിക്കുന്ന KP സുരേന്ദ്രൻ ലിവർ സിറോസിസ് രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ചികിത്സയ്ക്കായി ഭീമമായ തുക ആവശ്യമായി വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണിപ്പോൾ. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് മാലാപ്പിൽ താമസിക്കുന്ന KP സുരേന്ദ്രൻ ലിവർ സിറോസിസ് രോഗം മൂലം കഴിഞ്ഞ 7 വർഷക്കാലമായി എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സ നടത്തിവരികയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതുവരെ ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു. തുടർന്നും ഭാരിച്ചു വരുന്ന ചികിത്സയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന സുരേന്ദ്രന്റെ കുടുംബത്തിന് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമായതിനാൽ നാട്ടുകാരുടെ സഹായം ആവശ്യപ്പെട്ടതോടെ കൊഴുമൽ വായനശാലയിൽ യോഗം വിളിച്ചു ചേർത്ത് നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ചെയർമാനും K സന്തോഷ് കൺവീനറും TE സുനിൽകുമാർ ട്രഷററുമായുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് പെരളം ശാഖയിലും പെരളം സർവീസ് സഹകരണ ബാങ്ക് കൊഴുമൽ മെയിൻ ശാഖയിലും SB അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പെരളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 405101042960. IFSC കോഡ് KLGB 0040512. പെരളം സർവീസ് സഹകരണ ബാങ്ക് കൊഴുമൽ മെയിൻ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 6716. ഗൂഗിൾ പേ നമ്പർ 8848365151. ഉദാരമതികൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൗണ്ട് നമ്പറുകളിൽ എത്തിച്ചു നൽകാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. HDFC ബാങ്കിന്റെ പുതിയ ഓഫീസ് പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ സിവോയ്സ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. HDFC ബാങ്കിന്റെ പുതിയ ഓഫീസ് പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ സിവോയ്സ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല നിലയിൽ ഈ സ്ഥാപനത്തിന് ഇന്ത്യയിലെ ലീഡിംഗ് ബാങ്ക് എന്നുള്ള നിലയിലേക്ക് വളർന്നു വരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തുടർന്നും ഈ സ്ഥാപനത്തിന് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ABC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഗോൾഡ് ലോൺ ഡെസ്കിന്റെ ഉദ്ഘാടനം അനീഴം ഗ്രൂപ്പ് ചെയർമാൻ വിനീത് നമ്പ്യാർ നിർവഹിച്ചു.
ബ്രാഞ്ച് മാനേജർ സുജേഷ് ചന്ദ്ര റാവു, സതീഷ് PP, വിജേഷ് കാരക്കണ്ടി, ദീപക് തെക്കേക്കര, WBO ഹെഡ് പ്രശാന്ത്, ശ്യാമിലി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന ശോഭയാത്രയിൽ പങ്കെടുത്ത് കൃഷ്ണലീലയാടാനൊരുങ്ങിയ കുരുന്നുകൾ വേറിട്ട കാഴ്ചയായി. അണിഞ്ഞൊരുങ്ങിയ ഗോപാലബാലന്മാരും ഗോപികമാരും പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് പരിസരം മറ്റൊരു വൃന്ദാവനമാക്കി മാറ്റി. ശോഭായാത്രയ്ക്ക് മുന്നോടിയായി പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട് പരിസരം അമ്പാടിയെ ഓർമ്മിപ്പിക്കും വിധം ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന ശോഭായാത്രയിൽ കൃഷ്ണലീലയാടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുരുന്നുകൾ. മഞ്ഞപ്പട്ടുടയാടുകളും പീലിത്തിരുമുടിയും കയ്യിൽ കോലക്കുഴലുമായി നിരവധി കുട്ടികളാണ് കൃഷ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്നത്. അരയിൽ കിങ്ങിണി കെട്ടി മുടിയിൽ മയിൽപ്പീലി ചൂടി മഞ്ഞപ്പട്ടുടുത്ത കുരുന്നുകൾ ക്ഷേത്ര പരിസരത്ത് മനോഹരമായ വർണ്ണക്കാഴ്ചയൊരുക്കി. അമ്മമാരും ഗോപികമാരെയും കണ്ണന്മാരെയും അണിയിച്ചൊരുക്കുന്ന തിരക്കിലായിരുന്നു. പരിചിതമല്ലാത്ത വേഷവിധാനങ്ങളുടെ അസ്വസ്ഥത കാരണം ചില കണ്ണന്മാർ ചിണുങ്ങിക്കരയുന്നതും കാണാം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഈ വർഷത്തെ പയ്യന്നൂർ ഹാൻഡ്വീവ് ഷോറൂമിന്റെ ഓണം റിബേറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം മുൻ MLA C. കൃഷ്ണൻ നിർവഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷത്തെ പയ്യന്നൂർ ഹാൻഡ്വീവ് ഷോറൂമിന്റെ ഓണം റിബേറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം മുൻ MLA C. കൃഷ്ണൻ നിർവഹിച്ചു. റൂറൽ ബാങ്ക് മുൻ ജീവനക്കാരൻ സുബ്രഹ്മണ്യൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. വാർഡ് കൌൺസിലർമാരായ ചിത്ര, TP അനിൽകുമാർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ, മനോഹരൻ, ദിനേശൻ, കൃഷ്ണൻ മാസ്റ്റർ, ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോറോം സെഞ്ചുറിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ മുക്കോത്തടം LP സ്കൂളിൽ CPR പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പയ്യന്നൂർ വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ CPR വിദഗ്ധൻ റിജേഷ് CPR പരിശീലനവും ബോധവൽക്കരണവും നടത്തി. സെഞ്ചുറി പ്രസിഡന്റ് PV മംഗളൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഗൗരി, KP സഞ്ജീവൻ, KV മനോജ്, സുഭദ്ര ദിനേശൻ, PV രാജൻ, T ദിലീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മലയോരത്തെ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി ആഘോഷിച്ചു. ശോഭയാത്ര നഗരിയെ അമ്പാടിയാക്കി മാറ്റി. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഭക്തജനങ്ങളും അണിചേർന്നു. മലയോരത്തെ പ്രധാന ക്ഷേത്രമായ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്ര നഗരിയെ അമ്പാടിയാക്കി മാറ്റി. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഭക്തജനങ്ങളും അണിചേർന്നു. പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പാടിയോട്ടുചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്നിവയുടെ ആഭിമുഖ്യത്തിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പുത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംസ്ഥാന വടംവലി അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുത്തൂരിലെ P. സതീശൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പുത്തൂർ അമ്പലമൈതാനിയിൽ നടന്ന അനുസ്മരണ യോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംസ്ഥാന വടംവലി അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കലാ സാംസ്കാരിക കായിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പുത്തൂരിലെ P. സതീശൻ മാസ്റ്റർ അനുസ്മരണം പുത്തൂർ അമ്പലമൈതാനിയിൽ നടന്നു. അനുസ്മരണ യോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും നടുവിലും, പ്രയാസങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രയാസമല്ല, വ്യക്തിപരമായ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് കേവലമായ സാമ്പത്തിക പ്രയാസം മാത്രമല്ല.
നന്നായി സമ്പത്തും സൗകര്യവും എല്ലാം ഉണ്ടെങ്കിലും സ്വകാര്യ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയും അലട്ടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു പ്രയാസം അവിടേക്ക് പോകുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ പി ഹരികുമാർ, വടംവലി അസോസിയേഷൻ രക്ഷാധികാരി പത്മനാഭൻ പിലാത്തറ, വടംവലി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു മുല്ലക്കൊടി, CPIM പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ മധു, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജൻ, ബാബു മടിക്കൈ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSTP റോഡിൽ കണ്ണപുരം പാലത്തിന് സമീപം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്ക്. രാവിലെ 6 മണിയോടെയാണ് അപകടം. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പിറകിൽ നിയന്ത്രണം വിട്ട മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് ലോറി ഡ്രൈവർ ഇ രാഹുൽ അരമണിക്കൂറോളം ലോറിയുടെ ക്യാബിന്റെ അകത്തു കുടുങ്ങി. കണ്ണപുരം പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാലിന് പരിക്കേറ്റ ഡ്രൈവർ പാപ്പിനിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കണ്ണപുരം പാലത്തിന് സമീപം നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. റോഡിന്റെ അശാസ്ത്രീയതയും വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം നടത്തി. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് പുതിയ വർഷത്തിൽ കടന്നുവന്നവർക്ക് വരവേൽപ്പ് നൽകുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം നടത്തിയത്. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള DR കുടിശ്ശിക 2019 പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനുള്ള പെൻഷൻ വർധനവ്, അതിൻ്റെ കുടിശ്ശിക 2 ഗഡു, അതുപോലെ അതോട് അനുബന്ധിച്ചുള്ളതായ DR കുടിശ്ശിക 1 ഗഡു, 3-ാം ഗഡു തന്നിട്ടുണ്ട്, 4-ാമത്തെ 1 ഗഡു. അതുപോലെ മെഡിസെപ്പ് പദ്ധതി അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മണ്ഡലം പ്രസിഡന്റ് T ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡല സെക്രട്ടറി KV രാജീവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ചന്ദ്രൻ നാലാപ്പാടം, K കുഞ്ഞികൃഷ്ണൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് E മോഹനൻ, P വത്സല, രവീന്ദ്രനാഥൻ പിള്ള, KV ഇന്ദിര, V മനോഹരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. JKA ഇന്ത്യ കണ്ണൂർ കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധ്യാൻ ദേവിന് ചികിത്സാ സഹായം നൽകി. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ തുക കൈമാറി. JKA ഇന്ത്യ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ സമാഹരിച്ച ധ്യാൻ ദേവ് ചികിത്സാ സഹായം പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ കൈമാറി. കണ്ണൂർ ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി പ്രവീൺ കുമാറിൽ നിന്നും ധ്യാൻ ദേവിന്റെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന ചികിത്സാ സഹായ കമ്മിറ്റിക്കു വേണ്ടി തുക ഏറ്റുവാങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സെൻസായി ഷമിൽ സിറാസ്, JKA ഇന്ത്യ കേരള കാസർഗോഡ് ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി വിനോദ് കുമാർ, സീനിയർ ഇൻസ്ട്രക്ടർമാരായ സുരേന്ദ്രൻ MV, സുകുമാരൻ P തുടങ്ങിയവരും ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് നേടിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈതപ്രം പാഞ്ചജന്യം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ശോഭയാത്ര സംഘടിപ്പിച്ചു. കൃഷ്ണരാധ വേഷങ്ങളും ഉറിയടിയും ഗോപികാ നൃത്തവും ശോഭയാത്രയ്ക്ക് മെഴുവേകി. കൈതപ്രം പാഞ്ചജന്യം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ശോഭായാത്ര സംഘടിപ്പിച്ചു. ചന്തപ്പുര വണ്ണാത്തിക്കടവ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര കൈതപ്പുറം ശ്രീ വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. RSS പയ്യന്നൂർ ഖണ്ഡ് സംഘചാലക് CI ശങ്കരൻ മാസ്റ്റർ ഗോകുല പതാക കൈമാറി ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തു.
വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ശോഭായാത്ര തുടങ്ങിയത്. നിരവധി കൃഷ്ണരാധാ വേഷങ്ങളും ഉറിയടിയും ഗോപികാ നൃത്തവും യാത്രയ്ക്ക് മിഴിവേകി. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കരിവള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് അനുമോദനം നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ ഉപഹാര സമർപ്പണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി കലാപ്രതിഭ പുരസ്കാരം നേടിയ തുള്ളൽ കലാകാരൻ കരിവള്ളൂർ രത്നകുമാർ, ഗുരുപൂജ പുരസ്കാരം നേടിയ നാടക നടി അമ്മിണി വി ചന്ദ്രാലയം എന്നിവരെ കരിവള്ളൂർ A1 ക്ലബിന്റെയും ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ ഉപഹാര സമർപ്പണം നടത്തി. A1 ക്ലബ്ബ് പ്രസിഡന്റ് P വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ അനുമോദന ഭാഷണം നടത്തി. TV ശശി, PV ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും കലാമണ്ഡലം മഹേന്ദ്രൻ അവതരിപ്പിച്ച ഓട്ടംതുള്ളലും A1 ലൈബ്രറി വനിതാവേദി അവതരിപ്പിച്ച നൃത്തശില്പവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CPIM കാങ്കോൽ പുതിയകണ്ടം ബ്രാഞ്ചിൽ പുതുതായി നിർമ്മിച്ച കൊടിമര സ്തൂപം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. CPIM കാങ്കോൽ പുതിയകണ്ടം ബ്രാഞ്ച് കൊടിമര സ്തൂപം ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ C സത്യപാലൻ നിർവഹിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഒരു കൊടിമരം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പാർട്ടിയുടെ കൊടിമരം, അതിൽ പാർട്ടിയുടെ പതാക ഇവിടെ വളർത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പൊരുതുന്ന മഹിളാ പ്രസ്ഥാനത്തിൻ്റെ കൊടിമരവും അതിന് സമീപത്തായി ഉണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ മഹിളാ പ്രസ്ഥാനത്തെ ഏറ്റവും നേതൃത്വപരമായി നയിച്ചുകൊണ്ടിരുന്ന കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി P രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP സിദിൻ, K പത്മിനി, PV ചന്ദ്രൻ, N അബ്ദുൽ സമീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ചെറുകുന്ന് കോവൂപ്പുറം AKG സെന്ററിൽ നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തെറ്റായ നയങ്ങൾ കേരളത്തിന്റെ വിവിധ പദ്ധതികൾ താളം തെറ്റിക്കുകയാണ്. അപ്രതീക്ഷിത ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളി ക്ഷേമ പ്രവർത്തനത്തിന് അനുകൂല നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ചന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പല കാര്യങ്ങളിലും കേരളത്തോട് വലിയ നിലയിലുള്ള അവഗണനയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിന്റെ പ്രതിബന്ധങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് ഈ കേരളത്തിലെ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ അങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കാശില്ല. ഏരിയ പ്രസിഡന്റ് PK സത്യൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം A രാജേഷ്, OV പവിത്രൻ, വിനോദ് മടക്കര, വിനോദ് പൂങ്കാവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കും. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭക്തി നിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നാട്ടാർകുളത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിൽ സമാപിച്ചു.
വാദ്യമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരും അണിചേർന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർദ്ദേശങ്ങൾ നൽകി 1 വർഷം കഴിഞ്ഞിട്ടും പാലക്കോട് തുറമുഖത്തിന്റെ വികസനം പാതിവഴിയിൽ. തുറമുഖത്തിന്റെ സുരക്ഷയും ഇടത്തട്ടുകാരുടെ ചൂഷണവും അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാത്തതിൽ നിരാശയും ഒപ്പം പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. ദ്വാപരയുഗ സ്മരണകൾ ഉയർത്തി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. പയ്യന്നൂർ നഗരത്തിൽ വർണ്ണശബളമായ ശോഭയാത്രയും ഉറിയടിയും. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ശോഭയാത്രയെ വർണ്ണശബളമാക്കി. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഭക്തിസാന്ദ്രമായ ശോഭയാത്ര നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയെന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.